ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അനോമലസ് സെക്കൻഡറി തിക്കനിങ് ഇൻ ബിഗ്നോണിയാണ്. ഇത് 5 മാർക്കിനും 10 മാർക്കിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അനോമലസ് തിക്കനിങ് എന്ന് പറയുന്ന ഭാഗം 5 മാർക്കിനോ 10 മാർക്കിനോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ബിഗ്നോണിയ, ബൊറാവിയ, ഡ്രസീന ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ബൊറാവിയേൻ്റെ അനോമലസ് സെക്കൻഡറി തിക്കനിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, അതിന് ഓൾറെഡി അതിൻ്റെ പ്രൈമറി സ്ട്രക്ചറിൽ ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. അതായത് മെഡുലറി ബണ്ടിൽസും കോർട്ടിക്കൽ ബണ്ടിൽസിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ്നോണിയൻ്റെ കേസ് വരുമ്പം അതിൻ്റെ അബ്നോർമൽ സെക്കൻഡറി ഗ്രോത്തിന് കാരണം എന്താണ്, അതിൻ്റെ കാമ്പിയത്തിൻ്റെ അബ്നോർമൽ ഫങ്ഷനിങ് കാരണമാണ്. കാമ്പിയത്തിൻ്റെ അബ്നോർമൽ ഫങ്ഷനിങ് കാരണമാണ് ആ ഒരു അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ബിഗ്നോണിയ ആംഗിയോസ്കാറ്റയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, യങ് ആയിട്ടുള്ള ബിഗ്നോണിയ സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വേവി ആയിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. വേവി ഔട്ട്ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. പ്രോമിനൻ്റ് ആയിട്ടുള്ള റിഡ്ജസും അതുപോലെ തന്നെ ഫറോസും കാണുന്നുണ്ടാവും. ഓക്കെ, അതായത് വേവി ആയിട്ടുള്ള ഔട്ട്ഗ്രോത്ത് എന്ന് പറയും, ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ വേവി ആയിട്ടായിരിക്കും എന്ത് കാണുന്നുണ്ടാവുക, അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് വേവി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നോർമലി കേസിൽ എങ്ങനെയാണ്, നമ്മൾ സർക്കുലാറായിട്ടാണ് വരയ്ക്കാറ്. എന്നാൽ ബിഗ്നോണിയൻ്റെ കേസിൽ വേവി ആയിട്ടാണ് അതിൻ്റെ ഔട്ട്ലൈൻ കാണുന്നത്. പ്രോമിനൻ്റ് ആയിട്ടുള്ള റിഡ്ജസും ഫറോസും ഉണ്ട്. ഇങ്ങനെ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റിഡ്ജസ് എന്ന് പറയാം. ഓക്കെ, റിഡ്ജസ് എന്ന് പറയാം. ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫറോസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഫറോസിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫറോസും റിഡ്ജസും ഉള്ള ഒരു വേവി ആയിട്ടുള്ള ഔട്ട്ലൈനാണ് എന്ത്, ബിഗ്നോണിയൻ്റെ യങ് സ്റ്റെം കാണിക്കുന്നത്. ഓക്കെ, അത് എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ അതിന് തിക്ക് ക്യൂട്ടിക്കുലറൈസ്ഡ് ആയിട്ടുള്ള എപ്പിഡെർമിസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കാണുന്നുണ്ട്, ഹൈപ്പോഡെർമിസ് കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിട്ട് കോളങ്കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് കാണുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് റിഡ്ജസിൻ്റെ ഭാഗത്ത് സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ളതും ഫറോസിൻ്റെ ഭാഗത്ത് ക്ലോറൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ റിഡ്ജസിൻ്റെ താഴെയായിട്ട് എന്തായിരിക്കും, സ്ക്ലീറൻകൈമയായിരിക്കും. ഹൈപ്പോഡെർമിസിൽ സ്ക്ലീറൻകൈമയായിരിക്കും. ഫറോസിൻ്റെ താഴെ എന്തായിരിക്കും, ക്ലോറൻകൈമയായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ചില സമയങ്ങളിൽ കാണുന്നത്. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഹൈപ്പോഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്, ഫ്യൂ ലെയേഴ്സ് ഓഫ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള കോർട്ടെക്സ് കാണുന്നുണ്ട്. പിന്നെ ഒരു എൻഡോഡെർമിസും ഉണ്ട്. എൻഡോഡെർമിസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതല്ല. പിന്നെ എന്തുണ്ട്, പെരിസൈക്കിളുണ്ട്. അതിനുശേഷം എന്താണ്, വാസ്കുലാർ ബണ്ടിൽസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താണ്, കൺജോയിൻ്റ് ആണ്, കൊലാട്രൽ ആണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പിത്തിന് ചുറ്റും റിങ് പോലെയാണ് എന്ത്, ആ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് സെക്കൻഡറി ഗ്രോത്ത് ആണ് അല്ലേ. സെക്കൻഡറി ഗ്രോത്തിൻ്റെ ബിഗിനിങ്ങിൽ എങ്ങനെയാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്, കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി വഴിയാണ് അല്ലേ. അപ്പം ഫെസിക്കുലാർ ആൻഡ് ഇൻ്റർഫെസിക്കുലാർ ആയിട്ടുള്ള കാമ്പിയം ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് കാമ്പിയം റിങ് ഫോം ചെയ്യും. ഈ റിങ് തുടക്കത്തിൽ ബിഗിനിങ്ങിൽ നോർമലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് ഒരുപാട് സെക്കൻഡറി സൈലും പുറത്തേക്ക് വളരെ കുറച്ച് മാത്രം സെക്കൻഡറി ഫ്ലോയും ആണ് നോർമലി എന്ത് ചെയ്യുക, കാമ്പിയം പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഈ കാമ്പിയം എന്ന് പറയുന്നത് 4 ഡയഗണൽ പോയിൻറ്റ്സിൽ യൂണി ഡയറക്ഷണൽ ഏരിയാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ കാമ്പിയവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തുണ്ട്, ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റ്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡറി സൈൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എന്നാൽ സെക്കൻഡറി ഫ്ലോ എന്ന് പറയുന്നത് പുറത്തേക്ക് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി സൈലം ഉള്ളിലേക്ക് വളരെ കുറച്ചും സെക്കൻഡറി ഫ്ലോയും പുറത്തേക്ക് വളരെ കൂടുതലുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ നോർമലായിട്ടുള്ള കാമ്പിയം വർക്ക് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സെക്കൻഡറി സൈലം
എന്താണ് നോർമൽ ക്യാമ്പിയം സെക്കൻഡറി സൈലം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വളരെ കുറച്ച് മാത്രമേ സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ അബ്നോർമലായിട്ട് 4 ഡയഗണൽ പോയിൻറ്റ്സിൽ മാത്രം എന്ത് സംഭവിക്കുന്നുണ്ട്, സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് വളരെ കുറച്ചും സെക്കൻഡറി ഫ്ലോ എന്ന് പറയുന്നത് ഒരുപാടും ഫോം ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താണ്, ഫ്ലോയം മാസസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൂഡ് ആവുന്നുണ്ട്. ഓക്കെ, ആ സൈലത്തിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഇൻട്രൂഡ് ആവുന്നുണ്ട് എന്ത്, ഫ്ലോ എന്ന് പറയുന്നത്. എന്നിട്ട് 4 ഡീപ്പായിട്ടുള്ള ഇറഗുലർ വെഡ്ജസ് ഫോം ചെയ്യുന്നുണ്ട് ഫ്ലോയത്തിൻ്റെ. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്ലീറോട്ടിക് സെൽസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ബാൻഡ്സ് ആയിട്ട് സ്ക്ലീറോട്ടിക് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സിൻ്റെയൊക്കെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്ലോയം വെഡ്ജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം ഒരു ഷോർട്ട് പീരീഡിന് ശേഷം നമ്മുടെ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ് ക്യാമ്പി എന്ത് ചെയ്യും, അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഒരുപാട് ഫ്ലോയം പുറത്തേക്കും സൈലം വളരെ കുറച്ച് മാത്രമേ സൈലം ഉള്ളിലേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം എന്തുണ്ടാകുന്നുണ്ട്, ഇപ്പം നേരത്തെ 4 വെഡ്ജസ് ഫോം ചെയ്തു, എക്സ്ട്രാ 4 വെഡ്ജസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് സൈലത്തിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫ്ലോയം മാസ് ഇൻട്രൂഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു മെച്വർ ബിഗ്നോണിയൻ്റെ സ്റ്റെം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4 ലാർജ് സൈസിലായിട്ടുള്ള ഫ്ലോയം വെഡ്ജസും 4 സ്മോൾ സൈസിലായിട്ടുള്ള ഫ്ലോയം വെഡ്ജസും ആ ഒരു സൈലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്ട്രാ സീലർ തിക്കനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ സീലർ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാ പോലെ നോർമലായിട്ടുള്ളതാണ്. എന്താണ്, പെരിഡം ഫോം ചെയ്യും. ഈ ഫ്ലോയത്തിൻ്റെ വെഡ്ജസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ശരിക്കും ഒരു പ്ലാന്റിൻ്റെ മെക്കാനിക്കൽ റിക്വയർമെൻറ്റിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് എന്ത്, ഈ വെഡ്ജസ് ഫോം ചെയ്യുക എന്നുള്ളത്. ഇതെന്താണ്, ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഫിഗർ നോക്കിയിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു വേവി ആയിട്ടുള്ളൊരു ഔട്ട്ലൈനാണ് ഇതിനുള്ളത്. ഇതിൻ്റെ എൻലാർജ്ഡ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ക്യാമ്പിയം, ഇത് നോർമൽ ക്യാമ്പിയംസ് ആണ് ഇത് രണ്ടും. ഇവിടെ ക്യാമ്പിയത്തിൻ്റെ ഒരു സ്പ്ലിറ്റിങ് നടക്കുന്നുണ്ട് അല്ലേ, ഇതാണ് എന്ത്, ആ ഒരു ഡയഗണൽ ഏരിയയിലുള്ള ക്യാമ്പിയം. അപ്പോൾ നോർമൽ ക്യാമ്പിയം എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് എന്താണ് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് വളരെ അധികം സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ വളരെ കുറച്ച് മാത്രമേ സെക്കൻഡറി ഫ്ലോയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ നോർമലായിട്ടുള്ള ക്യാമ്പിയം. എന്നാൽ ഈ ഡയഗണൽ പോയിൻറ്റ്സിലുള്ള ക്യാമ്പിയം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഉള്ളിലേക്ക്, പുറത്തേക്ക് എന്താണ് ഒരുപാട് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്, സ്ക്ലീറൻകൈമാറ്റിക് ആയിട്ടുള്ള ബാൻഡുകൾ, ട്രാൻസ്വേഴ്സ് ബാൻഡുകൾ ആ ഒരു ഫ്ലോയം വെഡ്ജസിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈലത്തിൻ്റെ ഇടയിലേക്ക് ഈ ഒരു ഫ്ലോയം വെഡ്ജസ് ഇൻട്രൂഡായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം